ഞങ്ങൾക്ക് ഒറ്റമൈൻഡിൽ ബാംഗ്ലൂർ പോയപ്പോൾ സംഭവിച്ചെന്താന്ന് കാണിച്ചത്. ട്രെയിനും ബസ്സായ എല്ലാം ഫുള്ളായിരുന്നു. അപ്പോഴാണ് ദൈവദൂതന്റെ പോലെ ഈ ബസ് കണ്ണിലൊടുക്കിയത്. അങ്ങനെ അത് ഫിക്സ് ആക്കി നേരെ ബാംഗ്ലൂരിലേക്ക്. ഫസ്റ്റ് ടൈം ബാംഗ്ലൂരിലേക്ക് പോകണോണ്ട് തന്നെ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണ് അവിടുത്തെ ജീവിതശൈലി എന്നൊക്കെ കാണാൻ. അങ്ങനെ ഇരുന്നും കടന്നും ഞങ്ങൾ നോക്കി അവസാനം ആ ബാംഗ്ലൂർ എന്ന വലിയ നഗരത്തിലേക്ക് ഞങ്ങൾ എത്തി. ഇവിടുത്തെ മാർക്കറ്റ് ആയിരുന്നു എന്റെ ലക്ഷ്യം. അവിടെ എത്തിയപ്പോഴാണ് ആ നഗ്നസത്യം ഞാൻ അറിയുന്നത്. ഇന്ന് മാർക്കറ്റുകളൊന്നും തുറന്ന് പ്രവർത്തിക്കില്ലാത്ത കാരണം എന്തോ അവിടുത്തെ ക്ഷേത്രത്തിൽ പരിപാടിയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ പട്ടി ചന്തക്ക് പോയ അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ തെരാപ്പാര നടന്നു. ഇവിടെ ഉച്ചവരെ നടന്നതിൽ ഞാൻ കണ്ടത് എണ്ണിയ തീരത്തത്ര ക്ഷേത്രങ്ങളും മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുമാണ്. നടന്ന് ക്ഷീണിച്ച് ഏത് കുറച്ച് വൃത്തിയുള്ള ഒരു കടത്തിണ്ണയിൽ ഇരിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലല്ലോ, ഇനി വൈകുന്നേരം ബസ്സും ട്രെയിനും ഉള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെ ഒന്ന് ചാർജാക്കി വീണ്ടും നടക്കൽ ആരംഭിച്ചു. ഉച്ചയായപ്പോ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ മൃഗസ്നേഹി ആയോണ്ട് തോന്നുന്നു ചത്ത മൃഗത്തിനെ കുഴിച്ചിടാതെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു ഫുഡ് സ്പോട്ട് പോലും നല്ലത് കാണാനില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒറ്റ മെല്ലിൽ എവിടെയും കുന്നി പോവാൻ നിൽക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.